വംശീവിഭൂഷിതകരാൽ നവനീരജാവാൽ പീതാംബരാൽ അരുണബിംബഭരാധരോഷ്ടാൽ പൂർണേന്ദു സുന്ദരമുഖാൽ അരവിന്ദനേത്രാൽ കൃഷ്ണാൽ പരം കിമപി തത്വമഹം ന ജാനേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. സദ്ഗുരുഭ്യോ നമഃ. ശ്രീമദ്ഭാഗവതം ദശമസ്കന്ധം ഉത്തരാർദ്ധം ചതുഷ്ഷഷ്ടിതമോധ്യായ 64 അധ്യായം. ശ്രീശുകോവാച ഏകദോപവനം രാജൻ ജഗ്മു യദുകുമാരഃ വിഹർത്തും സാംബ പ്രദ്യുമ്ന ചാരുഭാനുഗദാദയാ. ശ്രീ സുബ്രഹ്മർഷി പരീക്ഷിത മഹാരാജാവിനോട് പറയുകയാണ്, ഏ രാജൻ, ഏകഥ ഒരിക്കൽ സാംബ പ്രദ്യുമ്ന ചാരുഭാനുഗദാദയാ, സാമ്പൻ, പ്രദ്യുമ്നൻ, ചാരു, ഭാനുഗതൻ തുടങ്ങിയിട്ടുള്ള യദുകുമാരക യാദവകുമാരന്മാര് വിഹർത്തും ഉപവനം ജഗ്മു, അവരെല്ലാവരും കളിക്കാനായിട്ട് ഒരു ഉദ്യാനത്തിലേക്ക് പോയി. ക്രീഡിത്വാ സുചിരം തത്ര വിജിന്വന്ത വിവാസിത ജലം നിരുദകേ ഗോവേ ദദൃശു സത്വമത്ഭുതം. തത്ര സുചിരം ക്രീഡിത്വ, അവിടെ ആ ഉദ്യാനത്തിൽ വളരെ നേരം കളിച്ചതിന് ശേഷം പിപാസിത, വല്ലാണ്ട് ദാഹിച്ച്, ജലം വിജിന്വന്ത, വെള്ളം അന്വേഷിച്ച് അങ്ങനെ പോയ സമയത്ത് നിരുദകേ കൂപേ, അവിടെ ഒരു പൊട്ടക്കിണർ കണ്ടെത്തി. എനിക്ക് നോക്കിയപ്പോൾ അതാണ് വെച്ചാൽ നിരുദകേ, വെള്ളമില്ല അതിനകത്ത് നോക്കി. പക്ഷെ എന്താണ് അതിൽ അത്ഭുതം സത്വം ദദിച്ചു. പക്ഷെ ആ പൊട്ടക്കിണറ്റിന് ഉള്ളിൽ ഒരു അത്ഭുതമായിട്ടുള്ളൊരു ജീവിയെ കണ്ടു. കൃകലാസം ഗിരിനിരം വീക്ഷ്യ കൃകലാസം ഗിരിനിഭം വീക്ഷ്യ വിസ്മിതമാനസ തസ്യ ചോദ്ധരണേ യത്നം ചക്രുസ്തേ കൃപയന്വിതാ. എന്താണ് ആ മഹത്തായുള്ള സത്യം ഉണ്ടായിരുന്നത്? ഗിരിനിഭം കൃകലാസം വീക്ഷ്യ, ഒരു വലിയ പർവ്വതത്തിൻ്റെ വലിപ്പമുള്ള ഒരു ഓന്ത, കൃകലാസം എന്ന് പറഞ്ഞാൽ ഓന്താണ്, ഓന്തിനെയാണ് അവർ കണ്ടത്. എന്നിട്ട് വിസ്മിതമാനസ തേ, ആ അത്ഭുതപ്പെട്ട മനസ്സോടുകൂടിയവരായിട്ടുള്ള ആ ബാലന്മാര് കൃപയാ അന്വിത, ദയവുണ്ടവരായിട്ട് തസ്യ ഉദ്ധരണേ യത്നം ചക്രു, ആ അതിനെ എങ്ങനെയെങ്കിലും ഇന്ന് മേൽപോട്ട് കയറ്റാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ ചെയ്യാൻ തുടങ്ങി. ചർമ്മജൈസ്താണ്ഡവൈർപാശൈർബദ്ധ്വാപതിതമർഭക നാശക്നുവൻ സമുദ്ധർത്തും കൃഷ്ണായ അജഖ്യുരുൽസുവാ. അങ്ങനെ എന്ത് ചെയ്തു? അവരെന്ത് ചെയ്തു? ചർമ്മജൈ താന്തവൈ പാശൈ, തോലുകൊണ്ടും അതുമാതിരി ചരടുകൊണ്ടൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള കയറുകളെ കൊണ്ട് ബദ്ധ്വ വരിഞ്ഞ് കെട്ടിയിട്ട് സമുദ്ധർത്തും അശ്നുവൻ, അതിനെ മേൽപോട്ട് കൊണ്ടുവരാൻ ശക്തരായില്ല. അപ്പോൾ അവർ ആ ഉത്സുകരായിട്ടുള്ള അവരെല്ലാവരും കൂടിയിട്ട് കൃഷ്ണായ ആചക്യു, ഈ വിവരം ചെന്ന് ഭഗവാൻ ശ്രീകൃഷ്ണനോട് പറഞ്ഞു. തത്രാഗത്യാരവിന്ദാക്ഷോ ഭഗവാൻ വിശ്വഭാവന വീക്ഷോജ്ജഹാര വാമേന തം കരേണ സലീലയാ. ആ സമയത്ത് ഭഗവാൻ അവിടെ വന്ന് എങ്ങനെയാണ്? വിശ്വഭാവന, ലോകത്തെ മുഴുവൻ സൃഷ്ടിച്ച് രക്ഷിക്കുന്നവനായിട്ടുള്ള ഭഗവാൻ, അരവിന്ദാക്ഷൻ താമരക്കണ്ണനായിട്ടുള്ള സ ഭഗവാൻ. തത്ര ആഗത്യ തം വീക്ഷ, അവിടെ വന്ന് ആ ജന്തുവിനെ കണ്ടിട്ട് വാമേന കരേണ ലീലയാ ഉജ്ജഹാര, വേഗം തൻ്റെ ഇടത്തെ കൈകൊണ്ട് ഒരു വിനോദം എന്നുള്ള മാതിരി അതിനെ പൊക്കി അങ്ങോട്ട് എടുത്ത് കരയ്ക്കാണ്ട് വെച്ചു. സ ഉത്തമശ്ലോകരാഭിമൃഷ്ടോ വിഹായ സദ്യ കൃകലാസരൂപം സന്തപ്ത ചാമീകരചാരുവർണ്ണ സ്വർഗ്യത്ഭുതാലങ്കരണാംബരസ്രക്. അത്ഭുതം എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഉത്തമശ്ലോക കരാഭിമൃഷ്ട, ഉത്തമശ്ലോകനായിട്ടുള്ള ഭഗവാന്റെ ആ കരസ്പരിശം കൊണ്ട സമയത്ത് തന്നെ ആ ഓന്ത് സദ്യ കൃകലാസരൂപം വിഹായ, ഓന്ത് തൻ്റെ ആ ഓന്തിൻ്റെ രൂപത്തെ വെടിഞ്ഞിട്ട് സന്തപ്ത ചാമീകര ചാരുവർണ്ണ, നല്ല ഉരുക്കിയ തങ്കം പോലുള്ള മനോഹര നിറത്തോടു കൂടിയവനായിട്ട് അത്ഭുത അലങ്കാരണ അംബരസ്രക്, ആ നല്ല നല്ല വിശേഷപ്പെട്ട അലങ്കാരങ്ങൾ വസ്ത്രമാല്യങ്ങളൊക്കെ കണിഞ്ഞവനായിട്ട് സ്വർഗി, ഒരു ദിവ്യ പുരുഷന്റെ രൂപത്തിൽ അങ്ങോട്ട് ആയിത്തീർന്നു. പപ്രച്ഛ വിദ്വാനവി തന്നിദാനം ജനേഷു വിഖ്യാവയിതും മുകുന്ദ കസ്ത്വം മഹാഭാഗ വരണ്യരൂപോ ദേവോത്തമം ത്വാ ഗണയാമി നൂനം.
ദേവോത്തമം ത്വം ഗണയാമി നൂനം. അതാണ് മുകുന്ദ തന്നിദാനം. ഇത് മുകുന്ദനാണ് ഭഗവാൻ, എല്ലാവർക്കും മോക്ഷം കൊടുക്കുന്നവനാണ്. ആ മുകുന്ദ തന്നിത അതിൻ്റെ ആസ്പദം കഥയ്ക്ക് എന്താണെന്നറിയാം. ആരാണ് ഈ ഓന്തെന്നൊക്കെ അങ്ങനെ ജനങ്ങൾ അറിയുന്നവനാണെങ്കിൽ കൂട്ടിയിട്ട് ജനേഷു വിഖ്യാപ ഇതും, ആരാണ് ഇദ്ദേഹം എന്നുള്ളത് ജനങ്ങളുടെ ഇടയിൽ ഒന്ന് പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ട് ഇപ്രകാരം ചോദിച്ചു. പപ്രച്ഛ വരേണ്യരൂപ ഹേ മഹാഭാ, വളരെ വിശിഷ്ട രൂപം ധരിച്ചിട്ടുള്ള ഹേ മഹാഭാഗ, അല്ലയോ ഭാഗ്യശാലിൻ, ത്വം ക, അങ്ങ് ആരാണ്, ത്വാം നൂനം ദേവോത്തമം ഗണയാമി, അങ്ങയെ നിശ്ചയമായും ഒരു ദേവശ്രേഷ്ഠനായിട്ട് ഞാൻ പരിഗണിക്കുന്നു. കഴിഞ്ഞ ആ ശ്ലോകത്തിൽ നാലാമത്തെ ദേവോത്തമം ത്വാം ഗണയാമി നൂനം എന്നാണ് 7ാമത്തെ ശ്ലോകത്തിലെ ആ 4ാമത്തെ പദം. അങ്ങനെ അങ്ങേ കണ്ടാൽ തന്നെ ഒരു ദേവശ്രേഷ്ഠനാണെന്നറിയാം. അങ്ങക്ക് എന്താണ് ഈ ഗതി വരാൻ കാരണം? ദശാമി മാം വാ കുത കഥമേന കർമ്മണ സംപ്രാപിതോസ്യ ദർഹ സുഭദ്ര ആത്മാനമാഖ്യാഹി വിവിത്സതം നോ യന്മന്യസേന ക്ഷമമത്രവം. ഹേ സുഭദ്ര, അല്ലയോ നല്ല ശോഭന രൂപിയായവനെ, അതർഹ, അങ്ങ് ശരിക്ക് അർഹിക്കാത്തതാണ്. എന്താണ് ഈ എന്ത് പ്രവൃത്തി കൊണ്ടാണ്? കഥമേന കർമ്മണാവാ, അല്ലെങ്കിൽ എന്തൊരു ചെയ്തുള്ള കർമ്മത്തിൻ്റെ ഫലത്താലാണ് ഈ മാം ദശാം സംപ്രാപിത ഇങ്ങനെ ഈ ഓന്തിൻ്റെ രൂപമെടുത്ത് ഇവിടെ കഴിയേണ്ടി വന്നില്ലേ? ആ അവസ്ഥയെ പ്രാപിപ്പിക്കപ്പെട്ടത് എന്നത് അങ്ങ് താങ്കളെക്കുറിച്ച് വിവിത്സതാം അത്ര അറിയാൻ ആഗ്രഹിക്കുന്ന ഞങ്ങളുടെ മുമ്പാകെ വക്തും ക്ഷമം യൽ മന്യസേ, അത് ഞങ്ങളോട് പറയുവാൻ പറ്റുമെന്ന് അങ്ങ് വിചാരിക്കുന്നു എന്നുണ്ടെങ്കിൽ ആഖ്യാഹി, ഞങ്ങൾക്കറിയാൻ ആഗ്രഹമുണ്ട്. അങ്ങ് ഞങ്ങളോട് പറയാൻ അങ്ങക്ക് വിരോധമില്ലാച്ചാൽ അത് ഞങ്ങൾക്ക് പറഞ്ഞു തരണ്ടേ. അങ്ങയുടെ ഈ ഗതി എങ്ങനെയാണ് ഉണ്ടായത് എന്നുള്ളത് ചോദിക്കുകയാണ്. ഇതിൽ 2 ലക്ഷ്യങ്ങളുണ്ടെന്നാണ് പറയുന്നത്. അതായത് ഇദ്ദേഹത്തിന് താൻ ചെയ്ത അപരാധം ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ എന്തെങ്കിലും ലജ്ജയോ ദുരഭിമാനമോ മറ്റോ അവശേഷിച്ചിട്ടുണ്ടോ അറിയാണ്ട പോലും ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇനി അങ്ങനെയാണ് തെറ്റ് ചെയ്താലത്തെ ഫലം അനുഭവിച്ച ആളുടെ മുഖത്ത് നിന്ന് തന്നെ കേൾക്കണം. അങ്ങനെയല്ലേ അദ്ദേഹത്തിനും ഒരു പശ്ചാത്താപനുള്ള ഇടം വരുമെന്ന് ഉദ്ദേശിച്ചുകൊണ്ടാണ് ഭഗവാൻ ഇങ്ങനെ പറഞ്ഞതെന്നാണ് പറയണത്. ശ്രീശുഗോവാച ഇതി സ്മ രാജാ സംപൃഷ്ട കൃഷ്ണേന അനന്തമൂർത്തിന മാധവം പ്രണിപത്യാ കിരീടേനാർക്കവർച്ചസ. ശ്രീശുഗ ബ്രഹ്മർഷി പറയാണ്, കൃഷ്ണേന അനന്തമൂർത്തിയായിട്ടുള്ള ശ്രീകൃഷ്ണനാൽ ഇപ്രകാരം സംപൃഷ്ട രാജ, ആ രാജാവ് മാധവം പ്രണിപത്യ, ഭഗവാനെ എങ്ങനെയാണ് കിരീടേന ആർക്കവർച്ചസ, നല്ല സൂര്യ പ്രഭയോട് കൂടിയിട്ടുള്ള തൻ്റെ കിരീടത്തോട് കൂടിയിട്ടുള്ള ശിരസ് കൊണ്ട് ഭഗവാനെ നമസ്കരിച്ചിട്ട് ഇപ്രകാരം പറയാൻ തുടങ്ങി. നൃഗൗവാച നൃഗോ നാമ നരേന്ദ്രോഹം ഇക്ഷ്വാകുതനയ പ്രഭോ ദാനിഷ്വാഖ്യായമാനേഷു യതിരേ കർണമസ്പൃശം കിം नु ते വിദിതം നാഥ സർവഭൂതാത്മസാക്ഷിണ കാലേനാവ്യാഹൃദൃശോ വക്ഷ്യേധാവി തവജ്ഞയാ യാവത്യസ്യ കഥാ ഭൂമേർ യാവത്യോ ദിവിതാരകാ യാവത്യോ വർഷധാരാശ്ച താവതീരദം സ്മഗ. എന്താണ് അദ്ദേഹം? നൃഗൻ എന്നാണ് ഈ രാജാവിൻ്റെ പേര്. അദ്ദേഹം പറയാണ്, നൃഗോനാമ, ഞാൻ നൃഗൻ എന്ന് പറഞ്ഞിട്ടുള്ള രാജാവാണ്, ഇക്ഷ്വാകുവിൻ്റെ പുത്രനാണ്, ഹേ പ്രഭോ എന്ന് പറയാണ്. എന്താണ് ഈ പ്രസിദ്ധരായിട്ടുള്ള ദാനശീലന്മാരെ പറ്റിയിട്ട് എന്താണ് ദാനിഷ്വാഖ്യായമാനേഷു യതിരേ കർണമസ്പൃശം, അങ്ങനെയുള്ള പ്രസിദ്ധരായിട്ടുള്ള ഇതിൽ എന്താണ് ദാതാക്കളായിട്ട് അല്ലെങ്കിൽ ദാനം കൊടുക്കുന്നവരെ പറ്റി, ദാനശീലന്മാരെ പറ്റിയിട്ട് എവിടെയെങ്കിലും പരാമർശം ഉണ്ടെങ്കിൽ എൻ്റെ പേര് അന്ന് കേൾക്കാതിരിക്കില്ല എന്നാണ് പറയണത്. ഇനി അല്ലാന്നുണ്ടെങ്കിൽ പക്ഷെ ഒന്നുണ്ട്, എങ്ങനെയാണ്? കിം नु ते വിദിതം നാഥ സർവഭൂതാത്മസാക്ഷിണ, സർവഭൂതങ്ങളുടെയും ഉള്ളിൽ ആത്മാവായിട്ട് സാക്ഷിയായിട്ട് വിളങ്ങുന്ന അങ്ങക്ക് അറിയാത്തതായിട്ടും ഈ പ്രപഞ്ചത്തിൽ ഒന്നുമില്ല. അതുകൊണ്ട് അങ്ങക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. അങ്ങക്ക് എന്നെ പറ്റി നന്നായിട്ട് എൻ്റെ നന്നായിട്ട് അറിയാമെന്ന് പറയുകയാണ്. എന്നിട്ട് പിന്നെ പറയുകയാണ്, ഈ ഭൂമിയിൽ എത്ര മണ്ഡരികളുണ്ടോ, ആകാശത്തിൽ എത്ര നക്ഷത്രങ്ങളുണ്ടോ, അതുമാതിരി അല്ല മഴ പെയ്തതിൽ എത്ര മഴത്തുള്ളികളുണ്ടോ, അത്രയും പശുക്കളെ ഞാൻ ദാനം ചെയ്തിട്ടുണ്ട്. നോമസ്കന്ധത്തിലെ
നൃഗൻ ഇക്ഷ്വാകുവിൻ്റെ അനുജനാണ്. ഇക്ഷ്വാകു നൃഗശല്യാദി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് മനുപുത്രന്മാരായിട്ട്. ഇവിടെ പറയണ ഈ നൃഗൻ ഇക്ഷ്വാകു പുത്രനായിട്ടുള്ള വേറൊരു നൃഗനാണെന്നാണ് ശ്രീധരീയത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഏതായാലും വിരോധമില്ല. തനയൻ എന്നുള്ള അർത്ഥമാണെന്ന് വെച്ചാൽ വംശവർദ്ധക വാച്യാർത്ഥം ഉള്ളതുകൊണ്ട് അനുജനെയും ആ വംശവർദ്ധൻ എന്നുള്ള അർത്ഥത്തിൽ തനയനായിട്ട് വിവക്ഷിക്കാമെന്നുള്ള നയപ്രകാരം നവമത്തിൽ നൃഗനായാലും വിരോധമില്ല, പുത്രനായാലും നൃഗനായാലും രണ്ടാളും ആയാലും ഒന്ന് തന്നെ ആവാം എന്നാണ് ശ്രീധര വാര്യർ പറയുന്നത്. താൻ ദാനശീലിൽ പ്രസിദ്ധനാകൊണ്ട് തന്നെപ്പറ്റി ഭഗവാൻ കേട്ടിരിക്കാം എന്നുള്ളൊരു അഹങ്കാരഭാവം കൊണ്ടാണ് ആദ്യം അങ്ങനെ പറഞ്ഞത്. അപ്പോൾ അതിൽ കുറച്ച് ശങ്ക തോന്നിയ എങ്ങനെ പറയുന്നത്, അതാണ് വേഗം അങ്ങ് സർവജ്ഞനാണ്, അതുകൊണ്ട് അങ്ങക്ക് അറിയാതിരിക്കില്ല എന്നുള്ള രീതിയിൽ അതിനെ ഒന്ന് മയപ്പെടുത്തി. ഇനി പറയുകയാണ് ദാനം ചെയ്തതിൻ്റെ മഹത്വം പറയുകയാണ്. പയസ്വിനി തരുടീ ശീലരൂപ ഗുണോപപന്ന കപില ഹേമശൃംഗി ന്യായാർജിത രൂപ്യകുരാസവത്സ ദുകൂലമാലാഭരണ ദദാവഹം. എങ്ങനെയാണ് അഹം ദദൗ, എങ്ങനെയാണ് പശുക്കളെ ഞാൻ ദാനം ചെയ്ത് വയ്ക്കുകയാണ്. നല്ല പയസ്സിന് നല്ല കറവുള്ള പശുക്കളാണ്. തരുണി ചെറുപ്പപ്രായമായിട്ടുള്ളത്. ശീല രൂപ ഗുണോപപന്ന നല്ല നല്ല സൽസ്വഭാവമുള്ളത്, കാണാനുള്ള ഭംഗി, അതുമാതിരി ആരോഗ്യാദി മറ്റു ഗുണങ്ങളൊക്കെ ഒത്തിണങ്ങിയിട്ടുള്ളവയാണ് ഈ പശുക്കളൊക്കെ. കപില നല്ല ചെമ്പിച്ച നിറമുള്ളവയാണ്. ഹേമശൃംഗി സ്വർണം കൊണ്ട് കെട്ടിയുള്ള കൊമ്പുകളാണ്. രൂപ്യകുര കുളമ്പുകളൊക്കെ വെള്ളിയും കൊണ്ടും കെട്ടിയിട്ടുണ്ട്. ദുകൂലമാല ആഭരണ പട്ടുവസ്ത്രങ്ങൾ മാലകൾ ഇതുകൊണ്ടൊക്കെ അലങ്കരിച്ചിട്ടുണ്ട് ഈ പശുക്കളെ. ന്യായാർജിത, എങ്ങനെയാണ് ഈ പശുക്കളെ കിട്ടിയത്? അവിടുന്ന് ഇവിടുന്ന് തട്ടിപ്പറിച്ചിട്ടൊന്നുമല്ല, ന്യായായ മാർഗത്തിലൂടെ സമ്പാദിക്കപ്പെട്ടവர்களായിട്ടുള്ള ഈ പശുക്കളെ സവത്സ കുട്ടികളോട് കൂടിയിട്ടുള്ള പശുക്കളെയാണ് ഞാൻ ദാനം ചെയ്തത് പറയുകയാണ്. ദാനത്തിൻ്റെ ആ മഹത്വം എങ്ങനെ വേണം എന്നുള്ളത് കൂടി ഇവിടെ സൂചിപ്പിക്കുകയാണ്. ആർക്കാണ് കൊടുത്തത്? സ്വലങ്കൃതേഭ്യോ ഗുണശീലവദ്ഭ്യ സീതൽ കുടുംബേഭ്യ വ്രതേഭ്യ തവശ്രുത ബ്രഹ്മവദന്യസഭ്യ പ്രാതം യുവപോ ദ്വിജപുംഗവേഭ്യ. ഇങ്ങനെയാണ് സ്വലങ്കൃതേഭ്യ നല്ല പോലെ അലങ്കരിക്കപ്പെട്ടവരും, ഗുണശീലവദ്ഭ്യ നല്ല ഗുണങ്ങളും സൽസ്വഭാവമുള്ളവരും, സീത കുടുംബേഭ്യ നല്ലോ ക്ലേശിക്കുന്ന കുടുംബത്തോടു കൂടിയവരും, ഋതവ്രതേഭ്യ നല്ല ധർമ്മത്തിലെ തൽപരന്മാരായവരും, തപശ്രുത ബ്രഹ്മ വദാന്യ സഭ്യ തപസ്സിനാൽ കേമന്മാരാണ്, വേദാധ്യയനത്തിലൊക്കെ നല്ല ധാരന്മാരാണ്, സത്തുക്കളാണ്, പിന്നെയോ യുവഭ്യ നല്ല യുവത്വമുള്ളവരുമായിട്ടുള്ള ദ്വിജപുംഗവേഭ്യ ബ്രാഹ്മണോത്തമന്മാർക്ക്. എങ്ങനെയാണ് അതിൻ്റെ കൂടെ കൊടുക്കുമ്പോൾ വേറെ പശുക്കളെ മാത്രമല്ല, അതിൻ്റെ കൂടെ തന്നെ ഗോഗോഹിരണ്യായതനാശ്വഹസ്തിന കന്യാ സദാസീസ്ഥിരൂപ്യശയ്യ മാസാംസി രത്നാനി പരിച്ഛദൻ രഥാനിഷ്ടം ചരിതം ച ഊർത്തം. എന്താണ് ഗോഭൂഹിരണ്യായതന അശ്വഹസ്തിന പശുക്കള്, ഭൂമി, സ്വർണം, ഭവനങ്ങൾ, കുതിരകൾ, ആനകൾ, പിന്നെയോ സദാസി കന്യ ദാസികളോട് കൂടിയുള്ള കന്യകമാര്, തിലരൂപ്യശയ്യ എള്ള വെള്ളി ഈ കടക്ക ഇങ്ങനെയും വാസാംസി വസ്ത്രങ്ങളെയും രത്നങ്ങളെയും പരിച്ഛദ ഗൃഹോപകരണങ്ങളെയും രഥാൻ തേരുകളെയും ഒക്കെ ഞാൻ ദാനം ചെയ്തതിൻ്റെ പശുക്കളെ മാത്രമല്ല എന്നാണ്. എന്ന് മാത്രമല്ല യജ്ഞയിച്ച ഇഷ്ടം അഗ്നിഹോത്രാദി യാഗങ്ങളും ധാരാളം ചെയ്തിട്ടുണ്ട് ഞാൻ. ഇന്ന് യാഗങ്ങൾ മാത്രമല്ല പൂർത്തം അതായത് കുളം കുഴിക്കുക, കിണറുകൾ കുഴിക്കുക, തണ്ണീർ പന്തലൊക്കെ ഉണ്ടാക്കി വയ്ക്കുക, വഴിയമ്പലങ്ങൾ സ്ഥാപിക്കുക, അങ്ങനെ പല ഇഷ്ടാപൂർത്തങ്ങളായിട്ടുള്ള പല 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 സൽക്കർമ്മങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ടെന്നാണ് ഇപ്പം ഈ തൃകൻ തന്നെ പറ്റി പറയണതേ. അങ്ങനെ ഇരിക്കുമ്പോൾ കസ്യചിൽ ദ്വിജമുഖ്യസ്യ ഭ്രഷ്ടാ ഗൗർ മമ ഗോധനേ സംപൃക്താ വിദുഷാ സാ ച മയാ ദത്താ ദ്വിജാതയേ താം നീയമാനം തൽ സ്വാമി ദൃഷ്ടോവാച മമേദിതം മമേതി പ്രതിഗ്രാഹ്യ നൃഗോമേ ദത്തവാനിധി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് കസ്യചിൽ ദ്വിജമുഖ്യസ്യ ഒരു ബ്രാഹ്മണന് ഞാനിങ്ങനെ ധാരാളം ദാനം ചെയ്തിരുന്ന ഒരു ദിവസം. ആ ദാനം ചെയ്തിട്ടുള്ള ആ ബ്രാഹ്മണൻ്റെ പശുക്കൂട്ടത്തിൽ നിന്ന് ഒരു പശു ഗൗർ മമ ഗോധനെ എങ്ങനെ എൻ്റെ പശുക്കൂട്ടത്തിൽ സംപൃക്ത വന്നു ചേർന്നു പറയുകയാണ്. എന്നിട്ടോ വിദൂഷ അതറിയാണ്ട് ഞാൻ എന്ത് ചെയ്തു, മയാ സാജ അതും
ദ്വിജാതയെ ദത്ത, വേറൊരു ബ്രാഹ്മണനായിക്കൊണ്ട് പിറ്റേ ദിവസം അത് ദാനം ചെയ്തു. ഒരു പശു കൂട്ടം കൊടുക്കുന്ന സമയത്ത് ഈ ആദ്യത്തെ ബ്രാഹ്മണനിൽ നിന്ന് കൂട്ടം തെറ്റി എൻ്റെ കൂട്ടത്തിൽ വന്നു ചേർന്നുള്ള ആ പശുവിനെയും കൂടെ ഞാൻ ദാനം ചെയ്തു എന്ന് പറയുകയാണ്. എന്നിട്ടോ താം നീയമാനാം തൽസ്വാമി ദൃഷ്ടോവാച മമേദിതം മമേതി പ്രതിഗ്രാഹ്യാ മൃഗോമേ ദത്തവാനിധി. അങ്ങനെ ആ പശുവിനെയും മറ്റുള്ള പശുക്കളെയും കൂട്ടിയിട്ട് രണ്ടാമത്തെ ബ്രാഹ്മണൻ പോകുന്ന സമയത്ത് ആദ്യത്തെ സ്വാമി തൽസ്വാമി കണ്ടിട്ട് പറഞ്ഞു, ഇതാ ഇതേ എനിക്ക് മൃഗൻ തന്നുള്ള പശുവാണല്ലോ, ഇതെന്താ അന്ന് കൊണ്ടുപോകണത് എന്ന് പറഞ്ഞു. അപ്പം അതിൻ്റെ ഉടമസ്ഥൻ ഞാനാണെന്ന് മൃഗൻ എന്താ അപ്പോൾ എനിക്കിപ്പോൾ തന്നേ ഉള്ളൂ എന്ന് മൃഗോമേ ദത്തവാനിധീന്ന് ഈ രണ്ടാമത്തെ ബ്രാഹ്മണൻ തിരിച്ച് അങ്ങോട്ടും പറഞ്ഞു. വിപ്രൗ വിവദമാനൗ മാമൂജതു സ്വാർത്ഥസാധകൗ ഭവാൻ ദാതാവഹർത്തേലി തച്ഛ്രുത്വാ മേ ഭവൽ ഭ്രമാ. ഇങ്ങനെ വിപ്രൗ വിവദമാനൗ മാം, ഇങ്ങനെ രണ്ടുപേരും അവനവൻ്റെ വാദത്തിൽ അങ്ങനെ ഉറച്ചു നിൽക്കുകയാണ്. സ്വന്തം കാര്യം സാധിക്കാൻ ശ്രമിക്കുന്നവരായിട്ടുള്ള അവരെ രണ്ട് വിപ്രന്മാരും ഭവാൻ ദാതാ അപഹർത്ത ഇരി മാം ഊജത്, രണ്ടുപേരും ആ ദാനമൊക്കെ ചെയ്യുന്ന ആളാണ്. പക്ഷെ എന്താണ്, ദാനം ചെയ്തതിനെ വീണ്ടും തിരിച്ച് അപഹരിച്ചു കൊണ്ടുപോകുന്ന ആളാണെന്ന് രണ്ടുപേരും പറഞ്ഞു എന്ന് പറയുന്നത്. തൽ ശ്രുത്വ മേ ഭ്രമ അഭവൽ, അത് കേട്ട് എനിക്ക് വല്ലാത്ത പരിഭ്രമം ഉണ്ടായി എന്ന് പറയാണ്. അനുനീതാവുഭൗ വിപ്രൗ ധർമ്മകൃച്ഛ്രഗതേന വൈ ഗവാം ലക്ഷം പ്രകൃഷ്ടാനം ദാസ്യാമ്യേഷാ പ്രതീയതം. എന്നിട്ടോ ഈ ആദ്യത്തെ ഓരോരുത്തരോടും ഞാൻ വിവരം പറഞ്ഞു. എന്താണ്, ധർമ്മകൃച്ഛ്രഗതേന മയാ പ്രകൃഷ്ടാനാം, അതായത് ഞാൻ വളരെയധികം ധർമ്മസങ്കടത്തിൽ പെട്ടു ആ സമയത്ത്. അപ്പോഴോ ഞാൻ എന്ത് ചെയ്തു, നോക്കൂ, പ്രകൃഷ്ടാനാം ഗവാം ലക്ഷം ദാസ്യാമി ഏഷാ പ്രതീയതാം. അതായത് ഞാൻ ഓരോരുത്തരോടായിട്ട് ചോദിച്ചു, ഈ പശുവിനെ ഇങ്ങോട്ട് വിട്ടു തരൂ, അദ്ദേഹത്തിന് മറ്റേ ആൾക്ക് കൊടുക്കുക, ഞാൻ അതിന് പകരമായിട്ട് അങ്ങക്ക് 1,00,000 ഇതിൽ അസംഖ്യം എന്നേ ഉള്ളൂ പശുക്കളെ ഞാൻ അങ്ങക്ക് തരാം എന്ന് രണ്ടുപേരോട് ഉപൗ വിപ്രവും അനുനീതവും ഞാൻ അനുനയിപ്പിക്കാൻ വേണ്ടിയിട്ട് രണ്ടുപേരോടും ഈ ഇങ്ങനെ വെവ്വേറെ പറഞ്ഞു നോക്കി നല്ല വാക്കുകളെ കൊണ്ടെന്ന് പറയാണ്. അപ്പോൾ ഭവന്താവനുഗൃണ്ണീതം കിങ്കരസ്യാവിജാനത സമുദ്ധരതമാം മാ കൃച്ഛ്രൽ പരന്തം നിരയേശുചൗ. എന്നിട്ട് അവർ രണ്ടോളോടും പറഞ്ഞു, അവിജാനത, അറിയാണ്ട് അബദ്ധം പറ്റിപ്പോയ കിങ്കരസ്യ, ഈ കിങ്കരനെ ഭവന്മാർ അനുഗൃണ്ണീതം, അനുഗ്രഹിക്കണേ എന്നാണ് പറഞ്ഞത്. ആശുചൗ നിരയേ പതന്തം, ശുദ്ധിയില്ലാത്ത നരകത്തിൽ വീഴുന്നവനായിട്ടുള്ള മാ കൃച്ഛ്രാൽ സമുദ്ധരതം, എന്നെ ആ മഹാസങ്കടത്തിൽ നിന്ന് സമുദ്ധരി. രണ്ടുപേരോട് ഞാൻ വളരെയധികം വിഷമിച്ചു പറഞ്ഞു. നാഹം പ്രതീക്ഷേ വൈരാജൻ ഇത്യുക്താ സ്വാമ്യമാക്രമൽ നാണ്യൽ ഗവാമപ്യയുധം ഇച്ഛാമിത്യവരോയയോ. ഏ രാജാവേ, അഹം ന പ്രതീക്ഷേ, ഞാൻ ഈ പശുവിനെ വിട്ടുകൊടുക്കില്ല. ഇതിയുക്താ സ്വാമി അവാക്രമൽ, ആ രണ്ടാമത്തെ ബ്രാഹ്മണൻ ഉണ്ടല്ലോ, അതുകൊണ്ട് തൻ്റെ ആ പശുക്കളെയും കൊണ്ട് ആ ബ്രാഹ്മണൻ അങ്ങോട്ട് പോയി. ഗവാം അന്യൽ ആയുധം അവി ന ഇച്ഛാമി ഇതി അവരയോ. എനിക്ക് എൻ്റെ ആ പശുവിനെ മതി, എനിക്ക് ഇനി ആ 10,000 വേറെ പശുക്കളെയും തന്നിട്ടും യാതൊരു ആഗ്രഹമില്ല, എനിക്കത് വേണ്ടാന്ന് പറഞ്ഞ് രണ്ടാമത്തെ ആളും അങ്ങനെ യാനം ചെയ്തു എന്ന് പറയുകയാണ്. അങ്ങനെ അവിടുന്ന് പോയി. ഇത് പറഞ്ഞില്ല, ഇതിൽ ആ ദാനത്തിൻ്റെ പാത്രദോഷം ഇതും കൂടി ഇതുള്ള ആദ്യം പറഞ്ഞ ശ്രേഷ്ഠന്മാരായിട്ടുള്ള ആൾക്കാരാണെന്ന് ആലോചിച്ച് നോക്കൂ. ഇവിടെ പാത്രദോഷം കൊണ്ടാണ് രാജാവിന് ഈ ഭാവി വെള്ളത്തിൽ സന്തപിക്കാണ്ട് അവർ രണ്ടുപേരും ഇങ്ങനെ മർക്കടമുഷ്ടി വിടാണ്ട് നിന്നത് എന്നുള്ളത് ആ പാത്രദോഷത്തിൻ്റെ ഒരു ഫലമാണത്. ഏതസ്മിന്നന്തരേയാമ്യൈർദൂതൈർനീരോയമക്ഷയം യമേന പൃഷ്ടതത്രാഹം ദേവദേവ ജഗൽപദേ. ഹേ ദേവദേവ ജഗൽപദേ, ഭഗവാനേ ശ്രീകൃഷ്ണ, ലോകനാഥനായിട്ടുള്ള ഭഗവാനെ, ഈ സമയത്ത് ഏതസ്മിൻ അന്തരേ, ഈ അവസരത്തിൽ യാമ്യൈദൂതൈ, ആ ഭടന്മാരവിടെ വന്നു എന്ന് പറയണം. എന്തിനാണ്? യമക്ഷയം നീതാ, ആ യമലോകത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവിടെ ഇങ്ങോട്ട് വന്നു. എന്നിട്ടോ എന്നെ യമലോകത്തിലേക്കാണ് കൂട്ടിക്കൊണ്ടുപോയി. തത്ര അഹം യമേന പൃഷ്ട, അവിടെ ചെന്നിട്ട് യമരാജാവിനാൽ ഞാൻ ചോദിക്കപ്പെട്ടവനായി. 20ാമത്തെ ശ്ലോകത്തിൻ്റെ 2ാം ഭാഗത്തിൽ സമുദ്ധരതം മാം കൃച്ഛ്രാൽ എന്നും ആവാം, മാ കൃച്ഛ്രാൽ, മാം എന്നും മാ എന്നുള്ളതും വിരോധമില്ല. എന്നെ രണ്ട് രീതിയിലും എഴുതി കാണാണ്ട് രണ്ടും ഒരേ അർത്ഥം തന്നെയാണ്.
പൂർവം ത്വമശുഭം ഭുങ്ക്ഷേ ഉതാഹോ നൃപതേ ശുഭം നാന്തം ദാനസ്യ ധർമ്മസ്യ പശ്യേ ലോകസ്യ ഭാസ്വത. എന്താണ് യമധർമ്മരാജാവ് ഈ നൃഗനോട് പറഞ്ഞത്? അയേ നൃപതേ രാജൻ ത്വം ഇങ്ങനെയാണ്, ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട്, ധാരാളം അശുഭങ്ങൾ, ചെറിയ അശുഭങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏതാണ് അങ്ങക്ക് ആദ്യം അനുഭവിക്കേണ്ടത്? നൃപതേ ത്വം ആദ്യം അശുഭം ഉദാഹോ, ആദ്യം പാപബലത്തെയാണോ അനുഭവിക്കുന്നത്, അതോ ശുഭം പുണ്യബലത്തെയോ? ഏതാണ് ഭുങ്ക്ഷേ അനുഭവിക്കുന്നത്? അപ്പോൾ ദാനസ്യ, കാരണം എന്താ വെച്ചാൽ ദാനസ്യ ധർമ്മസ്യ ഭാസ്വത ലോകസ്യ അന്തം ന പശ്യ. അങ്ങയ്ക്ക് ഈ ദാനത്തിൻ്റെയും മറ്റുള്ള പുണ്യധർമ്മങ്ങളുടെയൊക്കെ ഫലമായിട്ട് ആ ഭാസ്വരായിട്ടുള്ള ആ പുണ്യലോകത്തിൻ്റെ അവസാനം എത്രയെന്നുള്ളത് കാണില്ല എന്ന് പറഞ്ഞാൽ അത്ര അധികം ഉണ്ട് അങ്ങക്ക് ആ സൽക്കർമ്മങ്ങളുടെ ഫലം. എന്നാലോ കുറച്ചൊരു പാപഫലമുണ്ട്, അത് ഏതാണ് ആദ്യം അനുഭവിക്കണമെന്നാണ് രാജാവിനോട് ചോദിക്കുന്നത്. പൂർവം ദേവ അശുഭം പുഞ്ച ഇതി പ്രാഹ പദേതി സ താവൽ അദ്രാക്ഷമാത്മാനം കൃകലാസം പതൻ പ്രഭോ. ഹേ പ്രഭോ, ഭഗവാനോട് പറയുകയാണ്, ദേവനായ എന്താണ് അല്ല ഈ യമധർമാവിനോട് ധർമാവിനോട് ഇദ്ദേഹം മൃഗൻ പറയുകയാണ്, പ്രഭോ ദേവനായ യമധർമ്മരാജാവേ, പൂർവം അശുഭം പുഞ്ച, ഞാൻ ആദ്യം ഈ പാപഫലത്തെ അനുഭവിക്കാം. അത് കുറച്ചല്ലേ ഉണ്ടാവൂ, അത് കഴിഞ്ഞാൽ പിന്നെ ആ കണക്കില്ലാത്ത രീതിയിലുള്ള പുണ്യഫലങ്ങളല്ലേ ഉണ്ടാവാൻ പോണത്, പുണ്യലോകങ്ങളിൽ. അതുകൊണ്ട് ആദ്യം ഇത് ഭവിച്ചുകൊള്ളാം. ഇത് എന്ന് ഞാൻ അങ്ങോട്ട് പറഞ്ഞപ്പോൾ പതിച്ചോളൂ എന്ന് അദ്ദേഹം പറഞ്ഞു എന്നാണ്. പതേതി സ, അപ്പോൾ താവൽ, അപ്പോൾ തന്നെ പതിക്കുന്ന ഞാൻ ആത്മാനം കൃകലാസം അദ്രാക്ഷം. അദ്ദേഹം അങ്ങനെ പറഞ്ഞ ഉടനെ തന്നെ ഞാൻ അങ്ങോട്ട് താഴത്തേക്ക് വീണതായും കണ്ടു. എന്താണ്, ഞാൻ രൂപത്തിലല്ല, ഇങ്ങനെ ഓന്തായിട്ട് മാറിയിട്ടതും ഞാൻ കണ്ടു എന്ന് പറയുകയാണ്. അറിയാതെ ചെയ്തതാണ് നൃഗൻ, എങ്കിൽ കൂടിയിട്ട് പാപം തന്നെയാണെന്നാണ്. അതിന് ഈ നൃഗൻ ചെയ്തുള്ള പാപം എന്താണ്, അതിൻ്റെ ശിക്ഷ എന്താണെന്നുള്ളതിനേക്കാം പല രീതിയിൽ ആചാര്യന്മാർ അതിന് അർത്ഥത്തിൽ പ്രായശ്ചിത്തങ്ങൾ വിധിക്കേണ്ടതെന്ന് പറയുകയാണ്. അതാണ് ആദ്യം തന്നെ മനുസ്മൃതിയിൽ പറയേണ്ട അകാമത കൃതേ പാപേ പ്രായശ്ചിത്തം വിദുർബുധ. അതായത് പാപം അറിയാണ്ട് ചെയ്താണെച്ചാലും അത് പാപം തന്നെയാണ്, അതിന് പ്രായശ്ചിത്തങ്ങളൊക്കെ അറിവുള്ള ആൾക്കാർ വിധിച്ചിട്ടുണ്ടെന്നാണ് പറയുകയാണ്. പിന്നെയോ ഈ ആചാര്യന്മാർ ഇതിൽ യാജ്ഞവൽക്യ സ്മൃതി പ്രകാരം എങ്ങനെയാണെന്ന് വെച്ചാൽ ബ്രഹ്മസ്വം അപഹരിച്ചു വെച്ചാൽ ബ്രഹ്മരാക്ഷസനായിത്തീരും. പിന്നെയോ പരസ്യോഷിതം ഹൃത്വാ ബ്രഹ്മസ്വം അപഹൃത്യ ച അരണ്യേ നിർജ്ജലേ ദേശേ ഭവതി ബ്രഹ്മരാക്ഷസ എന്നാണ് യാജ്ഞവൽക്യ സ്മൃതിയിൽ പറയണത്. ഇനി വേറൊക്കെ പാപം എന്താണെന്ന് വെച്ചാൽ പുനർദാനം എന്നുള്ള പക്ഷത്തിൽ വസാകുണ്ഠം എന്നുള്ള നരകപ്രാപ്തിന്, അതായത് ഒരാൾക്ക് കൊടുത്തതിനെ തിരിച്ചു മേടിച്ച് വേറൊരാൾക്ക് കൊടുക്കുക. അതിനാണ് വിപ്രായതത്വാ തദ്ദ്രവ്യം അന്യസ്മേയ പ്രയച്ഛതി സകൃത അംശോ നിപതതി സകൽ കന്യാ പ്രതീയതേ സകൃതാകദാനീതി തൃണീതാനി സതംസകൾ. ഇങ്ങനെ ഈ മനുവാക്യപ്രകാരവും ഇതെല്ലാം പാപത്തിനുണ്ടാക്കും. ഒരു പശുവിനെയോ അല്ലെങ്കിൽ ധനത്തിനെയോ കന്യകയൊക്കെ കൊടുത്ത് വീണ്ടും തിരിച്ചു വാങ്ങിയിട്ട് വേറെ ആൾക്ക് കൊടുക്കുക എന്നുള്ളതൊക്കെ വളരെ തെറ്റാണെന്ന് മനു പറഞ്ഞിട്ടുണ്ട്. അതിനൊക്കെയുള്ള പാപം, അതിന് നരകം എന്താണ്, വസാകുണ്ഠം എന്നുള്ള നരകമാണ്. രാമായണം ഉത്തരകാണ്ഡത്തിലെ പ്രകാരം എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നൃഗൻ ഇവർ തമ്മിലുള്ള തർക്കപരിഹാരത്തിന് കാലതാമസം വരുത്തി എന്നുള്ള, അതാണ് നൃഗന്റെ പേരുള്ള പാപം എന്നാണ്. ബ്രഹ്മണ്യസ്യ പദന്യസ്യ തവദാസസ്യ കേശവ സ്മൃതിർനാദ്യാവിധ്വസ്ത അവൽ സന്ദർശനാർത്ഥിനാ. ഇങ്ങനെ തന്റെ അവസ്ഥ പറഞ്ഞിട്ട് നൃഗം പറയാണ്, ഹേ കേശവ, ഭഗവാനെ തവദാസസ്യ, അങ്ങയുടെ ദാസനും ബ്രഹ്മണ്യസ്യ ബ്രാഹ്മണ ഭക്തനും വദന്യസ്യ ദാനശീലനും ഭവൽ സന്ദർശനാർത്ഥ, അങ്ങയുടെ സന്ദർശനമാവുന്ന പ്രാർത്ഥനയോടും കൂടിയ എൻ്റെ സ്മൃതി, എൻ്റെ ഓർമ്മ ആദ്യാവി ഇപ്പോഴും ന വിധ്വസ്ത, നഷ്ടമായിട്ടില്ല എന്ന് പറയുകയാണ്. അതായത്
ആ ബ്രാഹ്മണ ഭക്തനാണ് ഞാൻ, അതുമാതിരി ദാനങ്ങളൊക്കെ ധാരാളം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് മനസ്സിലാഗ്രഹം ഉണ്ടായിരുന്നു അങ്ങയെ കാണണം എന്നുള്ളത്. ആ ഒരു ഭാവം കാരണം എന്തുണ്ടായി, ആ ചെയ്ത പുണ്യഫലങ്ങളുടെ ഫലമായിട്ടാവാം എനിക്ക് ഓർമ്മയൊന്നും ഇതുവരെ ഒരിക്കലും വിട്ടുപോയിട്ടില്ല. സത്വം കഥം മമ വിവോക്ഷിപത പരാത്മാ യോഗേശ്വരൈ ശ്രുതിദൃശാമലഹൃദ്വിഭാവ്യ സാക്ഷാൽ അധോക്ഷജ ഉരുവ്യസനാന്ധബുദ്ധേ സ്യാന്മേനു ദൃശ്യ ഇഹയസ്യ ഭവാപവർഗ. ഏതായാലും ഞാൻ നോക്കൂ, ഞാൻ വളരെ ഭാഗ്യവാനാണ് എന്ന് തീർച്ചയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹേ വിഭോ, അല്ലയോ പ്രഭോ, ശ്രുതിദൃശാം യോഗേശ് വേദാന്ത ജ്ഞാനദൃഷ്ടി കൊണ്ട് യോഗേശ്വരൈ അമലഹൃദ് വിഭാവ്യ യോഗീവര്യന്മാരാൽ തങ്ങളുടെ നിർമ്മലമായ ഹൃദയത്തിൽ മാത്രം വിഭാവനം ചെയ്യപ്പെടേണ്ടവനും അധോക്ഷജ ഇന്ദ്രിയജ്ഞാനത്തിന് അതീതനും പരമാത്മാവുമായ സത്വം ആ നിന്തിരുവടി മമ അക്ഷിപത എൻ്റെ കണ്ണുകൾക്ക് ഗോചരനായി തീർന്നു എന്നുള്ളത്, സാക്ഷാൽ കഥം പ്രത്യക്ഷമായി എന്നുള്ളത് എങ്ങനെ ചോദിക്കുകയാണ്. യസ്യ ഭവാപവർഗ ഈ ലോകത്തിലെ യാതൊരുവന് സംസാര നിവൃത്തി സ്യാൽ ഉണ്ടായേക്കുമോ അവന് മാത്രമേ അങ്ങ് ദൃശ്യനാകൂ. അതായത് നമ്മളുടെ പാപങ്ങളൊക്കെ തീർന്ന് സംസാരത്തിൽ നിന്ന് വിരക്ക് അതിൽ നിവൃത്തി വരുന്ന ഉറപ്പായാൽ മാത്രമേ ഭഗവത് ദർശനം ഉണ്ടാവൂ. അപ്പോൾ അതാണ് നേരത്തെ പറഞ്ഞ ഞാൻ വലിയ ഭാഗ്യവാനാണെന്ന് പറഞ്ഞത്. ഒരു വ്യസന അന്ധബുദ്ധി വർദ്ധിച്ച വ്യസനത്തിന് കൊണ്ട് ഇരുണ്ട ബുദ്ധിയോട് കൂടിയിരിക്കുന്ന എനിക്ക് അതെങ്ങനെ സാധ്യമായി? അതിൻ്റെ അർത്ഥം എൻ്റെ പാപഫലങ്ങളുടെ ആ ഫലമൊക്കെ നിശേഷം നശിച്ചുണ്ടായിരിക്കാം എന്നാണ്. ദേവദേവ ജഗന്നാഥ ഗോവിന്ദ പുരുഷോത്തമ നാരായണ ഋഷീകേശ പുണ്യശ്ലോകാച്യുതാംബ്യയാ. ഹേ ദേവദേവ, ദേവന്മാർക്കും ദേവനായവനേ, ഗോവിന്ദ ജഗന്നാഥ പുരുഷോത്തമ നാരായണ ഋഷീകേശ സൽകീർത്തിമാനെ അച്യുത നാശമറ്റവനെ, ഞാൻ അങ്ങയുടെ അനുവാദത്തോടു കൂടി അനുജാനീഹി മം കൃഷ്ണ യാന്തം ദേവഗതിം പ്രഭോ യത്ര ക്വാപി സദശ്ചേതോ ഞാൻ അങ്ങയുടെ അനുവാദത്തോടു കൂടിയിട്ട് ആ സ്വർഗത്തിലേക്ക് യാത്രയാവുകയാണ്. അതിനുള്ള അനുമതി നൽകണേ എന്നാണ് പറയുന്നത്. എന്നിട്ടോ എന്താണ് പ്രാർത്ഥന? എവിടെ ആയി തന്നെ ആയാലും അങ്ങയുടെ പാദസ്മരണ ഒരിക്കലും നശിക്കാതിരിക്കണം, അല്ലെങ്കിൽ എപ്പോഴും അങ്ങയുടെ പാദസ്പർശന ഭൂയാന്മേ ത്വൽപദാസ്പദം, എവിടെ വസിക്കുകയാണെച്ചാലും അങ്ങയുടെ പാദസ്മരണ എനിക്ക് ഉണ്ടാവണേ ഭഗവാനേ എന്ന് മാത്രമേ എനിക്കൊരു പ്രാർത്ഥന ഉള്ളൂ. നമസ്തേ സർവഭാവായ ബ്രഹ്മണേ അനന്തശക്തയേ കൃഷ്ണായ വാസുദേവായ യോഗാനമ്പതയേ നമഃ. എങ്ങനെയാണ് അങ്ങ് എല്ലാറ്റിനും കാരണക്കാരനായിട്ടുള്ള ബ്രഹ്മം ആണ്, അളവറ്റ അനന്തശക്തയെ അനന്തമായിട്ടുള്ള ശക്തിയുള്ളവനാണ്, സാക്ഷാൽ ശ്രീകൃഷ്ണനാണ്, വസുദേവൻ്റെ പുത്രനായിട്ടുള്ള ആ യോഗങ്ങൾക്ക് അധിപനായിട്ടുള്ള അങ്ങയ്ക്ക് നമസ്കാരം എന്നൊക്കെ പറഞ്ഞ് ഇത്യുക്ത്വാ തം പരിക്രമ്യ പാദൗ സ്പൃഷ്ട്വാ സ്വമൗലിനാ അനുജ്ഞാതോ വിമാനഗ്രം മാരുഹൽ പശ്യതം നൃണാം. ഇത്യുക്ത്വാ തം പരിക്രമ്യ, ഇപ്രകാരം ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഭഗവാനെ പ്രദക്ഷിണം വെച്ച് പാദൗ സ്പൃഷ്ട്വാ സ്വമൗലിന, ആ ഭഗവാന്റെ പാദങ്ങളിൽ ആ തൻ്റെ കിരീടത്തോടുള്ള കൊണ്ടാണ് നമസ്കരിച്ചിട്ട് അനുജ്ഞാതോ ഭഗവാനിൽ നിന്ന് അനുവാദം വാങ്ങിയിട്ട് വിമാനാഗ്രം ആരുഹൽ, അപ്പോഴേക്കും വിമാനം വന്നിരുന്നു അത് ഇതിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അതിലേക്ക് അങ്ങോട്ട് കയറി എങ്ങനെ പശ്യതം എന്നാണ് അവിടെയുള്ള എല്ലാവരും നോക്കിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് വിമാനത്തിലേക്ക് അങ്ങോട്ട് കയറി സ്വർഗത്തിലേക്കാണ് പോയി. കൃഷ്ണ പരിജനം പ്രാഹ ഭഗവൻ ദേവകീസുത ബ്രഹ്മണ്യദേവോ ധർമാത്മാ രാജന്യാനുശിക്ഷയൻ. കൃഷ്ണ ഭഗവാൻ ശ്രീകൃഷ്ണൻ തൻ്റെ അങ്ങനെയാണ് ദേവകീസുതനായിട്ടുള്ള ഭഗവാൻ പരിജനം പ്രാഹ തൻ്റെ ബന്ധുക്കളായിട്ട് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരോടും കൂടി പറഞ്ഞു, എന്ത് രാജന്യാൻ അനുശിക്ഷയൻ, അവിടെ സന്നിഹിതരായിട്ടുള്ള ക്ഷത്രിയന്മാർക്ക് ധർമ്മോപദേശം നൽകുന്ന രീതിയിൽ ആ ബ്രാഹ്മണ ഭക്തനും ധർമ്മത്തിൻ്റെ വക്താവും ആത്മാവുമായിട്ടുള്ള ഭഗവാൻ ഇപ്രകാരം പറഞ്ഞു.
ദുർജരം ബദബ്രഹ്മസ്വം ഭുക്തമഗ്നേർമനാദവി തേജീയസോവിമുത രാജ്ഞാം ഈശ്വരമാനിനാം നാഹം ഹാലാഹലം മന്യേ വിഷം യസ്യ പ്രതിക്രിയാ ബ്രഹ്മസ്വം ഹി വിഷം പ്രോക്തം നാസ്യ പ്രതിവിധിർഭുവി. തേജീയസ അഗ്നി അഭി മനാത് അഭി ഭുക്ത. അതായത് തേജീയസ എന്ന് പറഞ്ഞാൽ അഗ്നി എങ്ങനെയാണ് വളരെയധികം തേജസ്സുള്ളതാണ്. അങ്ങനെ അഗ്നിക്കും കൂടിയിട്ട് അല്പമാത്രമെങ്കിലും ഭുക്തം ഭുജിക്കപ്പെട്ട ബ്രഹ്മസ്വം ബ്രാഹ്മണന്റെ മുതൽ ദുർജരം ദഹിക്കാൻ ഏറ്റവും പ്രയാസമുള്ളതാണെന്നാണ് പറയണത്. ഈശ്വരമാനിനാം രാജ്ഞാം കിമുത. പിന്നെ ഈശ്വരൻ താൻ രാജാക്കന്മാരായിട്ടുള്ള ആൾക്കാരും അവർ തങ്ങൾ ഈശ്വരൻ തന്നെയാണെന്ന് അഭിമാനിച്ചുകൊണ്ടിരുന്ന അവരുടെ കാര്യം പറയാനുള്ളത് ചോദിക്കുകയാണ്. അഗ്നിക്ക് പോലും ഈ ബ്രാഹ്മണന്റെ മുതലെന്നുള്ള അതിനെ ദഹിപ്പിക്കാൻ വളരെയധികം വിഷമാണെന്ന് പറയുകയാണ്. നാഹം ഹാലാഹലം. അതായത് എന്താ ഭഗവാൻ പറയണത്? ഈ ഹാലാഹലം മന്യേ വിഷം യസ്യ പ്രതിക്രിയ. ആലാഹലം വിഷം, കാളകൂട വിഷം ഉണ്ടല്ലോ, അതും കൂടിയിട്ട് ഞാൻ വലിയ അത്ര വളരെ ശക്തിയായിട്ടുള്ള വിഷമാണെന്ന് ഞാൻ വിചാരിക്കില്ല എന്നാ ഭഗവാൻ പറയുന്നത്. കാരണം എന്താ വെച്ചാൽ യസ്യ പ്രതിക്രിയ, അതിന് എന്തെങ്കിലും ഒരു പ്രതിവിധി ഉണ്ടെന്ന് പറയുകയാണ്. ആ കാളകൂട വിഷം കൊണ്ട് കഴിച്ചാലും അതിനെന്ന് രക്ഷ നേടാൻ എന്തെങ്കിലും പ്രതിവിധി ഉണ്ട്. ബ്രഹ്മസ്വം വിഷം പ്രോക്തം അസ്യ ഭൂവി പ്രതിവിധി ന. എന്നാലോ ഈ ബ്രാഹ്മണന്റെ മുതൽ അതിൽ ആ വിഷത്തിന് എന്ന് പറയപ്പെട്ടിരിക്കുന്ന ഇതിന് ഭൂമിയിൽ പ്രതിവിധി എന്നുള്ളതില്ല എന്ന് പറയാം. ബ്രഹ്മസ്വം അപഹരിക്കുക, അതാണ് ഇതിന് ആ വിഷത്തിന് പ്രതിവിധി ഇല്ല എന്നാണ് ഭഗവാൻ പറയണത്. ഹിനസ്തി വിഷമത്താരം വന്യരദ്ധി പ്രശമ്യതി കുലം സമൂലം ദഹതി ബ്രഹ്മസ്വാരണി പാവക. വിഷം അത്താരം ഹിനസ്തി. സാധാരണ വിഷം എങ്ങനെയാണ്? അത് കഴിച്ച ആളെ ഭസ്മാക്കി കൊല്ലുന്നു. തീയാണെങ്കിലോ പ്രശമ്യതി. ഇനി തീ പിടിച്ചു വെച്ചാൽ എന്ത് ചെയ്യാം? ജലം കൊണ്ട് അതിനെ കെടുത്താൻ കഴിയും. ബ്രഹ്മസ്വാരണി പാവക. എന്നാൽ ഈ ബ്രഹ്മസ്വമാകുന്ന അരണയിൽ നിന്നുണ്ടായിട്ടുള്ള ഈ അഗ്നി ഉണ്ടല്ലോ, അത് ആ വ്യക്തിയെ മാത്രമല്ല കുലം സമൂലം ദഹതി. ആ അപഹരിച്ചിട്ടുള്ള അവനെയും അവൻ്റെ കുലത്തിനെ സമൂലം ദഹിപ്പിച്ച് നശിപ്പിക്കും. ബ്രഹ്മസ്വം ദുരനുജ്ഞാതം ഭുക്തം ഹന്തി ത്രിപൂരുഷം പ്രസഹ്യതുബലാൽ ഭുക്തം ദശപൂർവാൻ ദശാപരൻ. ഇങ്ങനെ ദുരനുജ്ഞാത വേണ്ട വിധം സമ്മതിക്കപ്പെടാത്തതും ഭുക്തം അനുഭവിക്കപ്പെട്ടതുമായ ബ്രഹ്മസ്വം ബ്രാഹ്മണന്റെ സ്വത്ത്. അതായത് എന്താണ് ദുരനുജ്ഞാതം എന്ന് പറഞ്ഞാൽ? ബ്രാഹ്മണന്റെ അനുവാദത്തോടും അറിവോടും കൂടി അദ്ദേഹത്തിന്റെ സമ്മതത്തോടു കൂടി ലഭിക്കാത്തതായിട്ടുള്ള ആ ബ്രാഹ്മണ സ്വത്ത്, അതാണ് പറഞ്ഞത് ദുരനുജ്ഞാതം. അതിനെ നമ്മൾ അനുഭവിക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ത്രിപൂരുഷം 3 പുരുഷനെ ഹനിക്കുന്നു. ഇതാണ് എങ്ങനെ? ബലം ഹേതുവായിട്ട് ബലാത്കാരേണ അനുഭവിപ്പിക്കപ്പെട്ട ഭുക്തം അനുഭവിപ്പിക്കേണ്ടതാകട്ടെ ദശപൂർവാൻ ദശ അപരാൻ ഹന്തി. അതായത് ആദ്യത്തെ എന്താ പറഞ്ഞാൽ പുത്രനെയും പൗത്രനെയും നശിപ്പിക്കുന്നതാണ്. തന്നെയും പുത്രനെയും പൗത്രനെയും നശിപ്പിക്കും. പിന്നെയോ അത് അറിയാണ്ട് മുഴുവൻ അനുവാദം ഇല്ലാണ്ട് ചെയ്യാനുള്ള അതാണ് ലഭിച്ചാലാണ്. അതാണ് ഇനി ശക്തി പ്രസഹ്യതു ബലാൽ ഭുക്തം. ശക്തി ഉപയോഗിച്ച് അപഹരിക്കുകയാണെന്ന് വെച്ചാലോ 10 തലമുറ മുമ്പും 10 തലമുറ മുമ്പുള്ള എല്ലാവരെയും അത് നരകാഗ്നിയിൽ എത്തിക്കുന്ന പറയുകയാണ് ഈ ബ്രഹ്മസ്വഹരണം കൊണ്ടുള്ള ദുഃഖം. രാജാനോ രാജലക്ഷ്മ്യാന്ധ നാത്മപാദം വിചക്ഷതേ നിരയം ഏവി മന്യന്തേ ബ്രഹ്മസ്വം സാധുബാലിശ. ഇന്നാലോ സാധാരണക്കാരായ രാജാക്കന്മാര് രാജലക്ഷ്മിയ അന്ധ. ഏത് രാജാക്കന്മാരാണ് ഇപ്രകാരം ഈ തങ്ങളുടെ രാജലക്ഷ്മി ഐശ്വര്യം കൊണ്ട് വിചാരഹീനന്മാരായിട്ട് ബ്രഹ്മസ്വം ബ്രാഹ്മണ സ്വത്തിനെ സാധു അഭിമന്യന്തേ നല്ലതെന്ന് അഭിമാനിക്കുന്നുവോ അവര് ആത്മപാദം എന്ന വിചക്ഷതേ തങ്ങളുടെ നാശത്തെ കാണുന്നില്ല. ബാലിശ അവര് വെറും അറിവില്ലാത്തവരാണ്, ബാലിശന്മാരാണെന്ന് പറയുകയാണ്. അവര് നിരയം അഭിമന്യന്തേ അവര് നരകത്തെ തന്നെ കാക്ഷിച്ചുകൊണ്ട് നരകത്തിലെത്തിച്ചേരും എന്ന് പറയുകയാണ്. അവർക്ക് നരകത്തിലാണ് ആഗ്രഹം. അതുകൊണ്ടാണ് അവരിങ്ങനെ അറിവില്ലാത്ത ആൾക്കാരായി പോയത് എന്ന് പറയുകയാണ് ഭഗവാൻ. ഗൃഹണന്തി യാവതപ്പാം സുൻ ക്രന്ദതം അശ്രുബിന്ദവ വിപ്രാണം ഹൃദവൃത്തീനാം വദന്യാനാം കുടുംബിനാം. ഹൃദവൃത്തീനാം
ക്രന്ദതാം അപഹരിക്കപ്പെട്ട ഇങ്ങനെ ഉപജീവന മാർഗത്തോടു കൂടിയവരും കരയുന്നവരും വദന്യാനാം ഉദാരന്മാരും കുടുംബികളുമായ വിപ്രാണാം ബ്രാഹ്മണരുടെ അശ്രുവിന്ദവ കണ്ണീർത്തുള്ളികൾ യാവതാ, അതായത് അവരെ ഉപദ്രവിക്കുകയെ അവരുടെ സ്വന്തോ അവരുടെ എന്തെങ്കിലും അപഹരിക്കുകയോ ചെയ്തിട്ട് അവർക്ക് വിഷമമുണ്ടാക്കിയിട്ട് അവരുടെ കണ്ണീർത്തുള്ളികൾ യാവത പാംസൂൻ ഗൃണ്ണന്തി എത്രമാത്രം പൊടിയിൽ ഭൂമിയിൽ വീണു എന്ന് പറയുകയാണ്. അത്രയധികം കാലം എന്താണ് രാജാനോ രാജകുല്യശ്ച താപതോബ്ദാ നിരങ്കുശ കുംഭീവാഗേഷു പച്യന്തേ ബ്രഹ്മദായാപഹാരിണ. ബ്രഹ്മദായാപഹാരിണ ഇങ്ങനെയുള്ള ബ്രാഹ്മണ മുതലിനെ അപഹരിക്കുന്ന രാജകുല്യാച രാജാക്കന്മാരും ആ രാജകുടുംബത്തിൽ ജനിച്ചവരും താപത അബ്ദൻ അത്രയും വർഷം കാലം, അതായത് അവരുടെ കണ്ണിൽ നിന്ന് വീഴുന്ന ജലത്തുള്ളികൾ ഭൂമിയിൽ വീണ് എത്ര അണുക്കളെ നനയ്ക്കുന്നുവോ അത്രയും വർഷം കാലം നിരങ്കുശ കുംഭീവാഗേഷു പച്യന്തേ തടസ്ഥമില്ലാത്തവരായിട്ടായിരുന്നു യാതൊരു മോചനം ലഭിക്കാണ്ട് കുംഭീഭാഗം നരകങ്ങളിൽ അങ്ങനെ വധിക്കപ്പെട്ട് അവിടെ ഇങ്ങനെ വിഷമിച്ച് കഴിയേണ്ടി വരും എന്ന് പറയുകയാണ്. സ്വദത്തം പരദത്തം വാ ബ്രഹ്മവൃത്തിം ഹരേച്ഛയ ഷഷ്ടിവർഷസഹസ്രാണി വിഷ്ടായം ജായതേ കൃമി. സ്വദത്താം പരദത്താം ബ്രഹ്മവൃത്തിയും അരേൽ താൻ തന്നെ നൽകിയിട്ടുള്ളതായിട്ടുള്ളതോ അല്ലോ വേറെ ആരെങ്കിലും നൽകപ്പെട്ടതായിട്ടുള്ള ഒരു ബ്രാഹ്മണന്റെ ഉപജീവന മാർഗത്തെ ഹരേൽ ആരാണോ ഹരിക്കുന്നത് അവൻ ഷഷ്ടിവർഷസഹസ്രാണി 60,000 വർഷം വിഷ്ടായാം കൃമി ജായതേ, അതായത് മലത്തിൽ കൃമിയായിട്ട് ഇത്രയധികം വർഷം കഴിയേണ്ടി വരും എന്ന് പറയാണ്. നമേ ബ്രഹ്മദനം ഭൂയൽ യൽ കൃദ്വാൽപായുഷോ നരാ പരാജിതാച്യുതാരാജ്യൽ ഭവന്ത്യുദ്വേജിനോഹയാ. മേ ബ്രഹ്മദനം ന ഭൂയാൽ എനിക്ക് ബ്രാഹ്മണന്റെ യാതൊരു സമ്പത്തും വേണ്ട. യൽ യാതൊന്നിനെ ഗൃദ്വ അല്പായുഷോ നരാ ഭൂയാൽ യൽ ഗൃദ്വ അല്പായുഷോ നര യാതൊന്നിനെ ആഗ്രഹിച്ചിട്ട് മനുഷ്യന്മാര് അല്പായുസുകളായി തീരുന്നു. ഭവന്തി രാജ്യാൽ രാജ്യഭ്രഷ്ടന്മാരായിട്ട് ശത്രുക്കളാൽ പരാജയപ്പെട്ടവരായിട്ട് അല്ലെങ്കിൽ ഉദ്വേജന പരോപദ്രവകാരികളായിട്ടുള്ള ഭവന്തി അവർ പിന്നെ അടുത്ത ജന്മങ്ങളിൽ പാമ്പുകളായിട്ട് അന്യരെ ഉപദ്രവിക്കുന്ന പാമ്പുകളായിട്ട് അവർ ഭവിക്കുന്ന പറയുകയാണ് ഈ ബ്രഹ്മണ മുതൽ തട്ടിയെടുത്ത ആൾക്കാർ. അതുകൊണ്ട് എനിക്കത് വേണ്ട എന്ന് പറയാണ് ഭഗവാൻ. പിന്നെയോ ഇനി വിപ്രം കൃതാഗസമഭി നൈവ ദൃഹ്യത മാമക ഗുണന്തം ബഹുശബന്ധം വാ നമസ്കുരുത നിത്യസ. എന്നിട്ട് മക്കൾ ഇത്രയും കൂടി പറയണം. മാമക എൻ്റെ ബന്ധുക്കളായിട്ടുള്ള നിങ്ങൾ കൃതാഗസം അഭിഗുണന്തം, അതായത് നമ്മളുടെ നേർക്ക് അപരാധത്തെ ചെയ്യുന്നവനായാലും അനി നമ്മളെ ഹനിക്കുന്നവനായാലും ബഹുശബന്ധം വളരെയധികം ശപിക്കുന്നവനായാലും വിപ്രം ന ദ്രോഹ്യത ഒരു ബ്രാഹ്മണനെ തിരിച്ചങ്ങോട്ട് ദ്രോഹിക്കരുത്. നിത്യശ നമസ്കുരുത എപ്പോഴും അങ്ങോട്ട് തിരിച്ച് നമസ്കരിക്കാൻ മാത്രമേ പാടുള്ളൂ. യഥാഹം പ്രണമേ വിപ്രാൻ അനുകാലം സമാഹിത തഥാനമതയൂയം ച യോന്യതാമേ സദണ്ഡഭാത്. അഹം സമാഹിത വിപ്രാൻ അനുകാലം യഥാ പ്രണമേ, ഞാൻ എപ്രകാരം ഭക്തിയുക്തനായിട്ട് ബ്രാഹ്മണരെ എല്ലാ കാലത്തും നമസ്കരിക്കുന്നുവോ അതേപോലെ യൂയം ച നിങ്ങളും നമിക്കുവിൻ. യാതൊരുത്തൻ അന്യഥ മറിച്ചു ചെയ്യുന്നുവോ അവൻ മേ ദണ്ഡഭാഗ് എന്നിൽ നിന്ന് ദണ്ഡത്തെ ലഭിക്കുന്നവനാകും. ബ്രാഹ്മണാർത്ഥോ ശപഹൃതോ ഹർത്താരം പാപയത്യഥ അജാനന്ദമഭിഹ്യേനം മൃഗം ബ്രാഹ്മണ ഗൗരിവ. ഇങ്ങനെ നോക്കൂ, ഒരു ദാനം അപഹരിക്കപ്പെട്ടിട്ടുള്ള ആ ബ്രഹ്മസ്വം ഹർത്താരം അധപ്പാതയതി, ഹർത്താവിനെ അരിച്ചവനെ അധപ്പതിപ്പിക്കുന്നു എന്നുള്ളത് അജാനന്ദമഭി അറിയാത്തവനെങ്കിലും ഏനം മൃഗം ഈ മൃഗനെ ബ്രാഹ്മണ ഗോവെന്ന പോലെ, അതായത് അറിയാണ്ട് കൂടി ചെയ്തിട്ടും ഇവന് ഈ ബ്രാഹ്മണ ശാപം കൊണ്ട് ഇങ്ങനെ അധപ്പതനം വന്നു. ഏവം വിശ്രവ്യ ഭഗവാൻ മുകുന്ദോ ദ്വാരകാഊകസ
പാവന സർവലോകാനം വിവേശ നിജമന്ദിരം. ഇപ്രകാരം സർവലോകാനാം പാവന ഭഗവാൻ മുകുന്ദ, സർവലോകങ്ങളെയും പരിശുദ്ധിയെ വരുത്തുന്ന ശ്രീകൃഷ്ണ ഭഗവാൻ ആ ദ്വാരകാനിവാസികളെ ഏവം ഇപ്രകാരം പറഞ്ഞു കേൾപ്പിച്ചിട്ട് നിജമന്ദിരം വിവേശ, തൻ്റെ ആ ഗൃഹത്തിലേക്ക് അങ്ങോട്ട് മടങ്ങി പോവുകയും ചെയ്തു. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ ദശമസ്കന്ധേ ഉത്തരാർദ്ധേ നൃഗോപാഖ്യാനം നാമ ചതുഷ്ഷഷ്ടിതമോധ്യായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. താൻ ഓരോരോ കാലത്ത് ഏതേത് വിധത്തിലാണോ ബ്രാഹ്മണരെ ഇങ്ങനെ ആദരവോടും ശ്രദ്ധയോടും വണങ്ങുന്നത്, അതുപോലെ നിങ്ങളും ചെയ്ത് പഠിക്കണം എന്നൊക്കെയാണ് ഭഗവാൻ അവരെ ഉപദേശിച്ചത്. ഭഗവാൻ പിന്നെ അത് കാട്ടിക്കൊടുത്തിട്ടുണ്ട്. ആ നാരദം വരുന്ന സമയത്ത് നാരദ മഹർഷി എങ്ങനെയാണ് ഭഗവാൻ പൂജിക്കണത്, അതുമാതിരി കുചേലം തൻ്റെ ചങ്ങാതിയായിട്ടുള്ള സുധാമാവ് വരുന്ന സമയത്ത് എങ്ങനെയാണ് അദ്ദേഹത്തിനെ സ്വീകരിച്ച് പൂജിച്ചത്, ഇതൊക്കെ ആ യാദവന്മാർക്ക് ഭഗവാൻ കാട്ടിക്കൊടുത്തു. ഇപ്പോൾ അവർക്ക് അതിന് ആമുഖമായിട്ട് ഇത്രയധികമൊക്കെ പറയുകയും ചെയ്തു. എന്നിട്ട് കൂടിയിട്ട് ആലോചിച്ച് നോക്കൂ, ഏകാദശത്തിൽ കാണാം ആ യാദവകുമാരന്മാർ ആ ഇതൊന്നും ഓർക്കാതെ ആ വിശ്വാമിത്രൻ തുടങ്ങിയുള്ള ബ്രാഹ്മണ ശ്രേഷ്ഠന്മാരെയൊക്കെ പരിഹസിച്ചിട്ടല്ലേ അവർക്ക് ആ വിപ്രതാപം വന്നിട്ട് ആ വംശം മുഴുവൻ നശിക്കാൻ ഇടയായത്. അതായത് ആ ഭഗവാന്റെ ഈ അതൊക്കെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഭഗവാൻ ഈ ഉപദേശം ഇപ്പോൾ ഇവിടെ കൊടുത്തത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പക്ഷേ ആ യാദവന്മാരത് വേണ്ട രീതിയിൽ സ്വീകരിച്ചില്ല. അതും ഭഗവാന്റെ ഇച്ഛയായിരിക്കാം.